ഇതാണ് പോരാളികൾ, ഇതാവണം പോരാളികൾ. അവർ ഉദ്ദേശിച്ചത് നടന്നു കഴിഞ്ഞു. അതിന് അവർ ഒരുപാട് രക്തവും ചിന്തി. പറയുന്നത് ഹമാസിനെ കുറിച്ചാണ്. വൻ വിജയമാണ് ഹമാസ് നേടിയത്. 1 വർഷത്തിലേറെയായി ഗസയിൽ ഇസ്രായേൽ അധിനിവേശം തുടങ്ങിയിട്ട്, വംശഹത്യ തുടങ്ങിയിട്ട്. ആ വംശഹത്യക്കെതിരെ വീറോടെ പോരാടിയ ഹമാസ് പോരാളികളെ ഇപ്പോൾ ലോകം കൈയടിച്ച് അഭിനന്ദിച്ചു. തകർത്ത് കളഞ്ഞു ഹമാസ്. വെടിനിർത്തേണ്ട ബാധ്യതയിലേക്ക് ഇസ്രായേൽ എത്തിച്ചേർന്നു. ഖത്തറിന്റെ നേതൃത്വത്തിൽ ഈജിപ്തും അമേരിക്കയുമായി നടന്ന ചർച്ചയ്ക്കൊടുവിൽ ഗസയിൽ നിന്ന് പിന്മാറാൻ ഇസ്രായേൽ തീരുമാനിച്ചു. ബന്ദികളെ വിട്ടുകൊടുക്കാൻ ഹമാസും തീരുമാനിച്ചു. എന്തിനായിരുന്നു ഈ യുദ്ധം? ആർക്ക് വേണ്ടിയായിരുന്നു ഈ യുദ്ധം? ആരെ കൊല്ലാനായിരുന്നു ഈ യുദ്ധം? ഒരു ജനവിഭാഗത്തെ കൊല്ലാനായിരുന്നു. ഒരു പ്രത്യേക മതത്തിൽപ്പെട്ട വിഭാഗത്തെ വംശഹത്യ ചെയ്യാനായിരുന്നു ഇസ്രായേൽ തുനിഞ്ഞത്. അതിന് ഇവിടുത്തെ തങ്കിക്കുട്ടന്മാരും കൈയടിച്ചു. ഒടുവിൽ എന്തായി? ഹമാസ് എന്ന ചെറു സൈനിക ശക്തിക്ക് മുമ്പിൽ മുട്ടുകുത്തി ഇസ്രായേൽ. പല പ്രാവശ്യം ഹമാസിൽ നിന്ന് ഇസ്രായേലിന് തിരിച്ചടിയേറ്റു. അപ്പോഴൊക്കെ വാർത്തകളുമായി ഞാൻ വന്നപ്പോൾ എൻ്റെ കമൻറ്റ് ബോക്സിൽ വന്നിരുന്ന് വിളയാട്ടമായിരുന്നു. ഇപ്പോൾ എന്തായി? പൊളിറ്റിക്സ് കേരള പറഞ്ഞത് ശരിയായില്ലേ? അന്തിമ വിജയം ഹമാസിന് തന്നെ. ബന്ദികളെ വിട്ടുകൊടുക്കാൻ ഹമാസ് സമ്മതിച്ചു. വെടിനിർത്തലിന് ഇസ്രായേലും സമ്മതിച്ചു. ഇസ്രായേലിൻ്റെ വലതുപക്ഷ തീവ്രവാദികൾ എതിരാണെങ്കിലും ബെഞ്ചമിൻ നെതന്യാഹുവിന് വെടിനിർത്താതെ രക്ഷയില്ല. കാരണം വലിയ ഒരു അപകടത്തിലേക്കാണ് അദ്ദേഹം പോയത്. ദീർഘനാൾ നീണ്ടുനിന്ന ഒരു വർഷത്തിലേറെയായി നീണ്ടുനിന്ന യുദ്ധം ഇസ്രായേലിനെ സാമ്പത്തികമായും സൈനികപരമായും തളർത്തി. ഇരു ഭാഗത്തും, ഹമാസിന്റെ ഭാഗത്തു നിന്നും ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നും സൈനികരുടെ നാശമുണ്ടായി. ഗസയിൽ ഇസ്രായേൽ നടത്തിയത് ഒരിക്കലും അംഗീകരിക്കാത്ത വംശഹത്യ. അവർ പിഞ്ചു മക്കളെ കൊന്നു തള്ളി, അവർ ഗർഭിണികളെ കൊന്നു തള്ളി, അവർ വൃദ്ധരെ കൊന്നു തള്ളി, രോഗികളെ കൊന്നു തള്ളി, ഗസ ശവപ്പറമ്പാക്കി മാറ്റി. പക്ഷേ ഹമാസ് പിന്തിരിഞ്ഞില്ല. ഓരോ പ്രാവശ്യം ഇസ്രായേൽ അടിക്കുമ്പോഴും കനത്ത തിരിച്ചടി കൊടുത്തുകൊണ്ട് ഹമാസ് ഇസ്രായേലിന് വെല്ലുവിളിയായി നിന്നു. ആ വെല്ലുവിളി ഇസ്രായേലിനെ തകർത്തു. ഹമാസിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ഹിസ്ബുള്ളയും ഹൂത്തികളും വിളയാട്ടം തുടങ്ങിയതോടെ വലിയ സമ്മർദ്ദത്തിലായി ഇസ്രായേൽ. മാത്രമല്ല, ഹമാസിന് എല്ലാവിധ പിന്തുണയും ഇറാൻ നൽകിയതും ശ്രദ്ധേയം. ഇങ്ങനെ സകല ഭാഗത്തു നിന്നും അടികിട്ടി തുടങ്ങിയപ്പോൾ ഇസ്രായേൽ തകർന്നുപോയി. ഹമാസ് എന്ന ചെറു സൈനിക വിഭാഗത്തെ നേരിടാൻ കഴിയാത്ത ഇസ്രായേൽ എങ്ങനെ ഇറാനെയൊക്കെ നേരിടും? ആ ചോദ്യം പൊളിറ്റിക്സ് കേരള പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്. അങ്ങനെയൊന്നും അവർക്ക് നേരിടാനുള്ള ത്രാണിയില്ല. അങ്ങനെയൊന്നും അവർക്ക് നേരിടാനുള്ള ചങ്കുറപ്പില്ല. ഹമാസ് പോരാളികൾ ഇപ്പോൾ ലോകത്തിനു മുമ്പിൽ നെഞ്ചു വിരിച്ച് നിൽക്കുന്നു. അതിജീവനത്തിൻ്റെ പോരാട്ട വഴികൾ താണ്ടി വിജയരഥത്തിലേക്ക് കടന്നു കയറിയ ഹമാസ് പോരാളികൾ ലോകത്തിൻ്റെ മാതൃകയായി മാറിയിരിക്കുന്നു. വീറുറ്റ മാതൃക, ചെങ്കുറപ്പിൻ്റെ മാതൃക. പലസ്തീൻ്റെ സ്വാതന്ത്ര്യമാണ് അവർ പറഞ്ഞത്. ഗസയിലെ സ്വാതന്ത്ര്യമാണ് അവർ പറഞ്ഞത്. സ്വാതന്ത്ര്യത്തിന് വേണ്ടിയാണ് അവർ പോരാടിയത്. സ്വാതന്ത്ര്യത്തിന് വേണ്ടിയാണ് അവർ ആയുധമെടുത്ത് ഇറങ്ങിയത്. അതിനവർക്ക് ഒരുപാട് കഷ്ടനഷ്ടങ്ങൾ സഹിക്കേണ്ടി വന്നു. ഒരുപാട് ദുരിത പർവം താണ്ടേണ്ടി വന്നു. ആ ദുരിത പർവങ്ങളൊക്കെ താണ്ടി അവർ വലിയൊരു വിജയം നേടിക്കൊണ്ട് നെഞ്ചു വിരിച്ച് ലോകത്തിൻ്റെ അഭിമാനമായി നിൽക്കുന്നു.